ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ ന്യൂസ് 18 ആണ്. കൃത്യത്തിന് മുൻപ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി. അടിയേറ്റ് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. കൊലപാതകം കരുതിക്കുട്ടിയുള്ളതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 13-കാരിയാണ് കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രക. കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്തത് പെൺകുട്ടി സ്വർണം, പണം എന്നിവയെപ്പറ്റി മറ്റു പ്രതികൾക്ക് കൃത്യമായ വിവരവും നൽകി. കൊലപാതകത്തിന് മുമ്പ് കൈകാലുകൾ ബന്ധിച്ചതുൾപ്പെടെ പ്രൊഫഷണൽ രീതിയിൽ എന്നും പിടിക്കപ്പെട്ട കുട്ടികൾ എല്ലാം ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു വീടിനുള്ളിൽ കൈകാൽ ബന്ധിച്ച നിലയിൽ കരുവാറ്റ സ്വദേശി ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശരണ്യ സ്നേഹജനിലേക്ക് പോകുന്നു. അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. ഈ അടുക്കളയുടെ വടക്കുവശത്ത ഒരു വർക്ക് ഏരിയയുടെ ഒരു ഡോറ് ഇവര് അടുത്ത് പണി ചെയ്ത ആളിനെ കൊണ്ടാണ് ഈ ജോഷിലാലാണ് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ അവിടെ മരണപ്പെട്ടതല്ല, ഇങ്ങനെ കിടന്ന് കൈയും കാല് നോർമലായിട്ടുള്ള കെട്ടായിരുന്നു. കൈ വളരെ ശക്തമായിട്ട് കുറെ സമയം കെട്ടിയുള്ള കെട്ടാണ്. കഴുത്തിലും കെട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിവസ്ത്രനായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 3 വർഷമായിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളിലും ഈ വീടുകളിൽ പല ആവശ്യങ്ങളും പഞ്ചായത്തോട് എൻ്റെ വൈഫായിരുന്നു നേരത്തെ മെമ്പർ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വന്നത്. പല ആവശ്യങ്ങൾക്കും പഞ്ചായത്തോട് ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇവിടുത്തെ കുടുംബത്തിനെ ഒന്നും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരുന്ന റോഡിൽ വെള്ളം കെട്ടിയിരുന്നപ്പോൾ പരിസരവാസികൾ പറഞ്ഞ് ഇവരുടെ വീട് പണിക്ക് ഇവരുടെ മകൾക്ക് 2 മക്കൾക്കും ഇതിന് തൊട്ട് മുൻപായിട്ട് വീട് പണിയുന്നുണ്ട്. ഇപ്പം വാടക വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ആ വീട്ടിലേക്ക് ലോഡ് വന്നപ്പോൾ പൈപ്പ് പൊട്ടിയതുകൊണ്ടാണ് വെള്ളം ഒഴുകാത്തതെന്ന് പറഞ്ഞനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് ബെല്ലടിച്ചപ്പോൾ ഇവിടുത്തെ ഒരു സ്ത്രീ, ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരു സ്ത്രീ തുറന്നു. ഞാൻ കാര്യം പറഞ്ഞു നമ്മുടെ പൈപ്പ് ഇട എന്ന് പറഞ്ഞ് കഥ കടയ്ക്കാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിസരവാസികൾ പറഞ്ഞുള്ള ശിവൻകുട്ടിയെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇന്നലെ ഫോണിലാണ് കാണുന്നത്. പിന്നെ മരിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം സൈക്കിളിൽ ഉരുട്ടിക്കൊണ്ട് പോകും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചായക്കടയുണ്ട്, അവിടെ പോലും അദ്ദേഹം അങ്ങനെ വന്നിരിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനകത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ദക്ഷിണ മേഖല DIGയും SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഞങ്ങളോടെല്ലാം ചോദ്യം ചെയ്തു. അപ്പം ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ കുട്ടിയെയും വിളിച്ച് ചോദിച്ചു. ആ കുട്ടി വളരെ നിസ്സംഗതയായിട്ടാണ് നിൽക്കുന്നത്. അതിന് പരീക്ഷയ്ക്ക് പോകണമെന്ന് രാവിലെ പറഞ്ഞിരുന്നു. കാര്യം ഓണപരീക്ഷ നടക്കാണ്, പരീക്ഷയ്ക്ക് പോകണമെന്ന് ഈ കുട്ടിയുടെ ഒരു ബന്ധുവിന്റെ സുഹൃത്ത് ഉൾപ്പെടെയാണ് നിന്നത്. വളരെ നിസ്സംഗതയായിരുന്നു. ഈ കൊലപാതകം എത്രയും പെട്ടെന്ന് തെളിയിച്ച നമ്മുടെ പോലീസ് സംഘത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്ക് എന്തായാലും വളരെ ഞെട്ടലാണ്. കാര്യം ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളാണെന്നുള്ള നമുക്ക് ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം. കുട്ടികൾ ഇങ്ങനെ 16-17 വയസ്സുള്ള കുട്ടികൾ വളരെ ഗൂഢമായ ആലോചന നടത്തി മുളക് പൊടി വിതറി പോലീസായി വന്നിട്ട് പോലും അകത്ത് കയറാൻ പറ്റും. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം ആണ്. തൊട്ടുപുറകിലുള്ള ബാത്റൂമിന്റെ വെന്റിൽ കൂടി അവിടെ ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്. അതിന് പുറകിലൊരു മരക്കഷ്ണം ചാരി വെച്ചിട്ടുണ്ട്. അതേ ചവിട്ടി ആയിരിക്കാം കയറിയതോ ഇറങ്ങിയതോ എന്ന് കരുതുന്നു. അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. വിശദമായിട്ട് പോലീസ് അതെല്ലാം ഇവിടെ നിരീക്ഷണത്തിലാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശരണ്യ സ്നേഹജനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അതിക്രൂരമായ ആക്രമണത്തിനാണ് മരണപ്പെട്ടയാൾ ഇരയാക്കപ്പെട്ടത് എന്ന വിവരം കൂടിയാണല്ലോ പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. കരുവാറ്റയിലെ വീട്ടിലായിരുന്നു വയോധികൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയോടെ, അതായത് ഇന്നലെ രാവിലെയോടെയാണ് ഈ ശിവൻകുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറം ലോകത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് ബാക്കി വീട്ടിലുണ്ടായിരുന്ന ആളുകൾ മകളുടെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഈ ശിവൻകുട്ടിയുടെ അടുത്ത ബന്ധുവായ 13 വയസ്സുകാരിയാണ് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് ലഭിച്ചത്. തുടക്കം മുതൽ തന്നെ പല ഘട്ടത്തിലും ഈ കുട്ടി സംശയത്തിന്റെ നിഴലായിരുന്നു. കുട്ടിയുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞായറാഴ്ച വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞെങ്കിൽ പോലും കാണാതായതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ഇവർ അയൽവാസികളെ മറ്റുള്ളവരെ അറിയിച്ചിരുന്നില്ല, വീട്ടുകാരെയും അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഈ പെൺകുട്ടി ബാക്കിയുള്ളവരെ, പരിസരത്തുള്ളവരെ ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈകാലുകൾ കെട്ടിയ നിലയിൽ മൃതദേഹം വീടിന്റെ ഡൈനിങ് ഹാളിന്റെ സമീപത്തായി കിടക്കുകയായിരുന്നു. അവിടെ വെച്ച് പരിശോധിച്ചപ്പോഴാണ് ഈ വീടിന്റെ ശുചിമുറിയുടെ വെന്റിലേഷൻ സംവിധാനത്തിനകത്തു കൂടി ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ആ വെന്റിലേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു ചെറിയ ഹോളാണ്. അതിൽ കൂടിയാണ് ഈ കുട്ടികൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്.
പോലീസിന് തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴികൾ വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവര് തുടർ ചോദ്യം ചെയ്യലിൽ ഇന്നലെ രാത്രിയോടെയാണ് പെൺകുട്ടി കൊലപാതകത്തെ സംബന്ധിച്ച് സമ്മതിച്ചത്. ഈ ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. തലയ്ക്ക് മുകളിലേക്ക് നല്ല മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. തലയ്ക്ക് പിന്നിൽ അടിയേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അടുത്ത ബന്ധുവായ വ്യക്തിയെ കൊലപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൊലപ്പെടുത്തി സ്വർണം ഒപ്പം തന്നെ പണം കവരുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെയുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിക്ക് ഒരു ഐഫോൺ, അതായത് ഒരു മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ കൊല്ലം പറവൂർ സ്വദേശിയായ ആൺ സുഹൃത്തിന് ഒരു ബൈക്കും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടുകൂടി ട്രെയിൻ മാർഗം ആൺ സുഹൃത്തും മറ്റ് 2 സുഹൃത്തുക്കളുമായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഈ വീഡിയോ കോൾ മുഖാന്തരം ഈ അടുത്ത ബന്ധുവിനെ കൊലപ്പെടുത്തുന്ന ഉൾപ്പെടെ പെൺകുട്ടി കണ്ടു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവര് ലഹരി ഉപയോഗത്തിന് അടിപ്പെട്ടവരാണ് എന്നുള്ളത് കൂടി പോലീസ് പറയുന്നു. സിന്തറ്റിക് ഡ്രഗ്സ് ഈ കുട്ടികൾ 4 പേരും ഉപയോഗിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ലഹരിയുടെ ഒരു പിന്നാമ്പുറം കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ക്രൂരമായ മറ്റ് വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അഭിലാഷ്, യെസ്, ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ എല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തവർ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 13 വയസ്സുള്ള ഈ പെൺകുട്ടി അത് അടുത്ത ബന്ധു കൂടിയായതുകൊണ്ട് തന്നെ കൂടുതൽ പശ്ചാത്തലം ഉൾപ്പെടെ പുറത്തുവിടാൻ പറ്റുന്നില്ല. പക്ഷേ കേരളം ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.